ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഡ്രിങ്കാണ്, ഷമ്മാമ് വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ നാട്ടിൽ നല്ല മഴയാണെങ്കിൽ ഇവിടെ ഗൾഫ് നാട്ടിലെല്ലാം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഷമ്മാമ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇനി ഇതിൻ്റെ സീഡൊക്കെ മാറ്റിയിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ ഞാനതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് അവിടെ മാറ്റി വെക്കുക. പിന്നെ വേണ്ടത് സാബുനരിയാണ്. അതൊരു 2 സ്പൂണ് ഞാൻ അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിന്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് കസ്കസും കൂടി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാബുനരി കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് പാല്. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തു. അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്ര പാലെടുക്കുന്നോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച സാബുനരി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സാബുനരി നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ സാബുനരിയെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നില്ലെങ്കിൽ പഞ്ചസാര മാത്രം മതി. അപ്പോൾ അത് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഞാനിതൊരു 1/4 ഗ്ലാസ് പാലിലേക്ക് 2 സ്പൂണ് കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാ കസ്റ്റേർഡ് പൗഡർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. ഇത് പെട്ടെന്ന് തിക്കാവും. അപ്പം അതിതാ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കാം. അപ്പോൾ ഇതാ ഞാൻ അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞ് വരണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അടിച്ച് വെച്ച ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ഷമ്മാമിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ജ്യൂസ് തികച്ചു ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് കസ്കസ് കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് കസ്കസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉറുമാൻ പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കസ്കസ് നമുക്ക് അത്ര ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ സ്പൂണ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഈ ഷമ്മാമ് നമുക്ക് വെറുതെ കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കുടിച്ചോളും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.